ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ശബരിമല വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞത്തോട് ട്രൈബൽ ഉന്നതിയിലാണ്. ഇവിടെ എത്താൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിന്, ഇവിടെ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിന് മനോഹരമായ ഒരു വീട് ലഭിച്ചു. അത് എന്നെ കാണിക്കുന്നതിന് വേണ്ടി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ എത്തിയ എന്നെ വനത്തിന്റെ ചില കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടി വനത്തിനുള്ളിലേക്ക് ഞങ്ങൾ എന്നെയും കൂട്ടി അവർ പോവുകയാണ്. വളരെ മനോഹരമായ ചില കാഴ്ചകൾ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മകൻ, എൻ്റെ സുഹൃത്തിന്റെ മകൻ ഇവിടെ ഒരു കിളിക്കൂട് എന്നും വന്ന് കാണാൻ വരുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഇതാണ് ആ കുഞ്ഞ് എന്നും ഇവിടെ ഒരു കിളിക്കൂടുണ്ട്. ഇതാണ് കിളിക്കൂട്. ആ കിളിക്കൂട് എന്നും വന്ന്, കിളി മുട്ടയിട്ട ദിവസം മുതൽ എന്നും വന്ന് നോക്കും കുഞ്ഞ് വിരിഞ്ഞോന്നും അതിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. തള്ളക്കിളിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അകലെ മാറി തള്ളക്കിളി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ തള്ളക്കിളിക്കറിയാം ഒരിക്കലും ഇവിടെ താമസിക്കുന്ന ഒരാരും അതിനെ ഉപദ്രവിക്കത്തില്ല, അതിനെ സംരക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. എന്നെ കുഞ്ഞ് കിളിയെ എടുത്ത് എന്നെ കാണിക്കുക. കണ്ട, ആ കുഞ്ഞിന്റെ കയ്യില് ആ കിളി ഇരിപ്പുണ്ട്. വളരെ സംരക്ഷണത്തോടു കൂടി ആ കുഞ്ഞിന്റെ കയ്യിലെ കിളി ഇരിക്കുകയാണ്. എന്നെ അതിനെ എടുത്ത് കാണിക്കുക. എന്നാണ് പ്രകൃതിയും മനുഷ്യനുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ. പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ലതാദികളെയും സംരക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് വനവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത. അവനെ കാണിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് നടന്നു വരിക. അവൻ്റെ അപ്പൻ കുറച്ച് അകലം മാറി നിൽപ്പുണ്ട്. ഇവിടെ ശബരിമല വനത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾഭാഗങ്ങളിൽ താമസിച്ചിരുന്ന 42ഓളം മലപ്പണ്ടാരം കുടുംബങ്ങളെയാണ് മഞ്ഞത്തോട് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമി വീതം കൊടുത്ത് അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ താമസം ഒരു പ്രത്യേക രീതിയാണ്. ഒരു ചെറിയ ടാർപ്പാളിൻ ഷീറ്റ് വലിച്ചു കെട്ടി 2 മരത്തിന്റെ അല്ലെങ്കിൽ ഈറക്കമ്പോ ഒക്കെ നാട്ടിയിട്ട് ടാർപ്പാളിൻ ഷീറ്റ് വലിച്ചു കെട്ടി അതിനുള്ളിലാണ് ഓരോ കുടുംബങ്ങളും കഴിയുന്നത്. പച്ച മൺതറയില്. അങ്ങനെ വീടൊന്നുമില്ലാത്ത ഒരു സാധാരണ രീതിയിലുള്ള ജീവിതമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് അവർക്ക് അവിടെ വീണ് കിട്ടിയ ഒരു സന്തോഷമാണ് അവർക്കൊരു ഭവനം. അവർക്ക് വലിയ ഭവനത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഭവനം കിട്ടിയപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പ്രകൃതിയുമായി അവർ എപ്പോഴും വനത്തിന് പുറത്തുള്ള ഒരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ആ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെയും കൂട്ടി, എൻ്റെ സുഹൃത്തും ആ കുഞ്ഞും എന്നെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് ആ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ താൽക്കാലികമായിട്ടുള്ള റോഡാണിത്. ഇങ്ങനെ ഇല്ലേ? പക്ഷെ ഇതാ നല്ലത്, ഇവിടെ തന്നെയാ നല്ലത്. ഇവിടെ ഇവർക്ക് ഈ വീട് ഡൊണേറ്റ് ചെയ്തത് മർത്തോമ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനം ആണ്. അവർക്ക് ഇവിടെ 5 കുടുംബങ്ങൾക്ക് മനോഹരമായ 5 വീടുകൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. ആ വീട് കാണുമ്പോഴേ അറിയത്തുള്ളൂ വളരെ മനോഹരമായ വീടുകളാണെന്നാണ് ഈ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. നമുക്ക് ആ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താം. പിന്നെ അതാണല്ല പൊതുവായിട്ടേ എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാം. അകലെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആ വെളുത്ത് നല്ല മനോഹരമായ 5 വീടുകളാണ് നമുക്ക് കാണാം. വീടിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം.
വീട് സൂപ്പർ വ്യൂ ആ കേട്ടോ, വീട് സൂപ്പർ വ്യൂ ആ. ഇതാണ് ആ വീട്. വളരെ മനോഹരമായ വീടാണ്. ചുമ്മാ പേരിന് വേണ്ടിയല്ല, വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു വീട്. അങ്ങനെ 5 വീടാണ്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. എന്ത് മനോഹരമായിരിക്കും ആ വീട്, കണ്ടോ? ആ വനത്തിൻ്റെ നടുവിലെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല മനോഹരമാക്കിയ ഒരു വീട്. അവരുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ സമ്മാനമാണ് ഒരു ഭവനം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ലഭിച്ച ആ ഭവനം അവർക്ക് വളരെ സന്തോഷകരമാണ്. കുറച്ച് ദൂരെ മറ്റു ഭവനങ്ങളെ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ദൂരെ കാണുന്ന ആ വെളുപ്പ് പോലെ കാണുന്ന അതാണ് മറ്റ് 4 ഭവനങ്ങൾ. അങ്ങനെ ഈ പ്രദേശത്ത് മർത്തോമ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനം 5 ഭവനങ്ങളാണ് ഇവർക്ക് വെച്ചു കൊടുക്കുക. എന്തായാലും അവർ ചെയ്ത ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണ്. അവർക്ക് വെറും ടാർപ്പാളിൻ ഷീറ്റിൽ മാത്രം പച്ചമണ്ണിൽ കിടന്ന ഈ കുടുംബങ്ങൾക്ക് വളരെ മനോഹരമായ 5 വീട് വെച്ചു കൊടുത്തതിൽ ഇതിൽ പരം മറ്റൊന്നും ഈ സമൂഹത്തിന് അവർക്ക് ചെയ്യാൻ കഴിയും. അത്ര മനോഹരമായ ഒരു സമ്മാനമാണ് നിലയ്ക്കൽ ഭദ്രാസനം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ വീട് ഏത് വ്യൂവിൽ കൂടി നോക്കിയാലും എന്ത് മനോഹരമാണ്. എവിടെ നിന്ന് നോക്കിയാലും ആ വീട് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനം. എൻ്റെ ചുറ്റുപാടുള്ള മരങ്ങളൊക്കെ നോക്കി എന്ത് രസമാണെന്ന്. 4 ചുറ്റുപാടും മരങ്ങളാണ്. മരത്തിന് നടുവിലാണ്. നല്ല കാലാവസ്ഥ, നല്ല ശീതളമായ അനുഭവം. കണ്ണിനും മനസ്സിനും ഒക്കെ സന്തോഷം ഉളവാക്കുന്ന കാഴ്ചകൾ ചുറ്റും. ഇനി ഞങ്ങള് മറ്റൊരു കാഴ്ച കൂടെ കാണാൻ പോവുകയാണ്. വളരെ ചൂടുള്ള സമയമാണിപ്പോൾ. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് ലഭിക്കുന്നില്ല. അപ്പോൾ അവർ കുളിക്കാനും നനയ്ക്കാനും വനത്തിന് ഉള്ളിൽ ഒരു ഭാഗത്തോട് ഒഴുകിക്കൊണ്ടിരുന്ന ഓലിയെല്ലാം വറ്റിപ്പോയി. ആ ഓലിയുടെ നടുക്ക് ചെറിയൊരു കുളം പോലെ കുത്തിയാണ് അവരിപ്പം നനയ്ക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വനം എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ നിസ്സാരമായി കാണുക ഒരു കുത്തിനി ഇറക്കമാണിത്. നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും ശബരിമല വനമായതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമുണ്ട്. ഈ ചൂട് സമയത്ത് പാമ്പുകളും മറ്റ് മൃഗങ്ങളും ഒക്കെ വെള്ളമുള്ള ഭാഗത്ത് അതിനോട് ചുറ്റിപ്പറ്റിയായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ 4 സൈഡും ശ്രദ്ധിച്ചു വേണം ആ പ്രദേശത്തേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവിടേക്ക് പോകുന്നത്. കുത്തിനെയുള്ള ഒരു ഇറക്കമാണത്. നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അങ്ങനെ ഇറക്കമുണ്ടെന്ന് തോന്നില്ല. പക്ഷെ എങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ കുത്തിനെയുള്ള ഒരു ഉൾക്കാട്ടിന് ഉള്ളിലേക്ക് കുത്തിനെയുള്ള ഒരു ഇറക്കത്തിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഞങ്ങള് ആ ഓലിയുടെ അടുത്തെത്തി. ഇതവർ നനയ്ക്കാനൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന കല്ലാണ്. ഇതാണ് ആ ഓലി. ഇവിടെ നേരത്തെ ഒരു തോട് പോലെ ഒഴുകിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വറ്റിയത് കൊണ്ട് ആ തോടിന് നടുക്ക് അവർ താൽക്കാലികമായി കുഴിച്ച ആ ഒരു ഉറവ ആണിത്. ഉറവക്കുഴി എന്നൊക്കെ പറയാം. ഇവിടെയാണ് അവർ നനയ്ക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. 4 സൈഡും വനത്തിന്റെ നടുക്കാണിത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അവരോട് യാത്ര പറഞ്ഞ് ഞാൻ കാടിറങ്ങുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള ചില കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.